റവ കൊണ്ട് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഒരു 10 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വറുത്ത റവയാകുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചും കൂടെ കൂടുതൽ വേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന റവയുടെ അനുസരിച്ചിട്ട് വെള്ളം അതിന് പാകമാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കപ്പ് റവയിലേക്ക് ഇതിപ്പോൾ വറുത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഈ ഒരു റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റിന് ശേഷം റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും പിന്നെ ഒരു 4 ചെറിയുള്ളിയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ റവയിൽ എത്രയാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് മാവ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവയിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും മൊരിയിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു സൈഡിൽ നെയ്യാക്കി കൊടുത്താൽ അടിവശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയുള്ളിയുടെയും ഒരു കറിവേപ്പിലയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടായതുകൊണ്ട് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്